പറഞ്ഞു ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്തിരുന്നു, വളരെ രസകരമായിട്ട് ഒരു ബബ്ലുവിന്റെ ചർച്ച. എന്ന് വെച്ചാൽ നോർത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയായിരുന്നു, ഭാര്യയെ കാമുകന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നുള്ള ഒരു രീതിയിലുള്ള വാർത്ത. ഇപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തില് എറണാകുളം പെരുമ്പാവൂരിൽ നിന്നൊരു വാർത്ത വരികയാണ്, ഒരു ഭാര്യയും ഭർത്താവും. അപ്പോ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് ഭർത്താവിന്റെ നേരത്തെ ബന്ധം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എക്സ് ആയിരിക്കാം, ആ ഒരു സ്ത്രീയുമായിട്ടുള്ള കുറെ ഫോട്ടോകൾ കാണുന്നു, ചാറ്റുകൾ കാണുന്നു. ഇതിൽ നിന്നൊരു വഴക്ക് രൂപം കൊള്ളുന്നു, ഒരു തമ്മിൽ ഭയങ്കര വഴക്കാവുന്നു. ഭാര്യ പോയി അടുക്കളയിൽ പോയി നല്ല എണ്ണ തിളപ്പിച്ച് ചൂടാക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല വെള്ളവും അതേപോലെ നല്ല രീതിയിൽ ചൂടാക്കി തിളച്ച വെള്ളവും തിളച്ച എണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ഭർത്താവിന്റെ ജനനേന്ദ്രിയത്തിലേക്ക് ഒഴിക്കുകയാണ്, സ്വകാര്യ ഭാഗത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് പുള്ളി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. ഒരു അഫയർ കണ്ടെത്തി, ഒരു നമ്മുടെ പാർട്ണർ എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മളല്ലാണ്ട് വേറൊരാളെ അവർ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് സ്വാഭാവികമായും പല രീതിയിലുള്ള ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ആകപ്പെടുകയും നമ്മൾ ദേഷ്യപ്പെടുകയും വിഷമവും ദേഷ്യമൊക്കെ സംഭവിക്കും. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അവരെ തകർക്കുക അല്ലെങ്കിൽ അവരെ അങ്ങ് ഉപദ്രവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഇത് നമ്മൾ കുറച്ചും കൂടെ ഇപ്പം മനുഷ്യൻ ഒരുപാട് മാറി എന്ന് പറയുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടൊക്കെ മാറി എന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ വൈകാരികതയെ എത്രത്തോളം മറികടക്കാൻ പറ്റുന്നുണ്ട് മനുഷ്യന് എന്നത് വലിയൊരു ചോദ്യമാണ്. പുതിയ കാലഘട്ടത്തിലേക്ക് വരും തോറും പഴയതിൽ നിന്ന് വ്യത്യാസമായി 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. അപ്പോൾ 2K കിഡ്സ് എന്നൊക്കെ പറയുന്നത് അതൊരു ഒരു പ്രതിബിംബം മാത്രമാണ്. 2K കിഡ്സ് ആയാലും 90s കിഡ്സ് ആയാലും ഈ കാര്യത്തിലോട്ട് വരുമ്പോൾ, അതായത് ഭാര്യയ്ക്ക് വേറൊരു അഫയർ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവിന് വേറൊരു അഫയർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീണു പോകുന്ന ആളുകളാണ് ഭൂരിഭാഗവും ഉള്ളത് എന്നാണ്. അതിനെ സമചിത്തതയോടെ നിൽക്കാനോ അതിനെ മറികടക്കാനോ അല്ലെങ്കിൽ അതിനെന്താണ് വഴി എന്ന് ചിന്തിക്കാനോ ഉള്ള അത്രയും ആരോഗ്യം, മാനസികാരോഗ്യം ആളുകൾക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ഇന്നലെയും നമ്മൾ പറഞ്ഞ് നിർത്തിയ ചർച്ചയാണ്, ഓരോ വ്യക്തികളാണ്. ഈ വ്യക്തികൾ കാലങ്ങളോളം ഒരു മനുഷ്യനൊപ്പം തന്നെ നിൽക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പറയാം, നമുക്ക് അങ്ങനെ ഒരു കാര്യം സംസാരിക്കാം. പക്ഷെ നിൽക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. അതാണ് ഈ ലോകം. പണ്ടത്തെ ലോകമല്ല ഇന്നത്തെ ലോകം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഓരോ വ്യക്തിക്കും ഓരോ കംഫർട്ടാണ്. പണ്ടാണെങ്കിൽ ഇത് നടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് സമ്മതിച്ചു തരാനൊരു ബുദ്ധിമുട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യക്ഷത്തിൽ വന്ന് എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്ന രീതിയിലേക്ക് ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുകയും അതിനുശേഷം ഒളിഞ്ഞുകൊണ്ട് ഇത്തരം ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുകയായിരുന്നു പണ്ട് ചെയ്തത്. ഇന്ന് അതൊന്ന് മാറി ചെയ്യുന്നു, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അവർ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എടുക്കുന്നു, അത്തരത്തിൽ രീതിയിൽ അല്ലെങ്കിൽ പബ്ലിക്കിനോട് അല്ലെങ്കിൽ സൊസൈറ്റിയോട് എനിക്ക് മറ്റൊരു അഫയർ ഉണ്ട് എന്നുള്ളത് ഒളിക്കാതെ തന്നെ കാണിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും പണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാര്യം പണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതിന് സ്ത്രീകളായിരുന്നു ഇരയായതെന്ന് തോന്നുന്നു. കാരണം സ്ത്രീകളെ ഒതുക്കി വെക്കുകയും പുരുഷൻ തൻ്റെ മാക്സിമം ബന്ധങ്ങളിലേക്കൊക്കെ പോവുകയും അതിനൊരു മറുപടി പോലും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് ആ ഒരു പൊട്ടിത്തെറിക്കുന്ന സ്ത്രീക്ക് ഒരു അടി കിട്ടി അവൾ അടുക്കളയിൽ ഒതുക്കി പോകുന്ന അല്ലെങ്കിൽ ആ വീട്ടിൽ ഒതുങ്ങി സഹിച്ച് കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഒരു സ്ത്രീയെ ആ ഒരു സൊസൈറ്റിയിൽ നിന്നും മാറ്റിവിടും, സമൂഹത്തിൽ നിന്നും പുറത്താക്കി അതിനെ അവിടെ അല്ലെങ്കിൽ വേശ്യവൃത്തി ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു പണ്ട് കാലത്ത് ചെയ്തത്. പക്ഷെ പുരുഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പുരുഷനല്ലേ എന്ന രീതിയിലേക്ക് ഈ സംബന്ധം കൂടുതലെന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം നിലനിന്നിരുന്നല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് പുരുഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായിട്ട് സംബന്ധം ഉണ്ടായെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ചുകൂടി ഇക്വാളിറ്റി ആയി പുരുഷനും സ്ത്രീയും ഒരേപോലെ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യത്യാസം മാത്രമേ. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇതിനെ ഒന്ന് അവലോകനം ചെയ്താൽ, അതായത് എല്ലാത്തിനും നമ്മൾ ശാസ്ത്രീയത പറയുന്ന ആളുകളാണല്ലോ, ഇക്കാര്യത്തിൽ ഒന്ന് ശാസ്ത്രീയത പറയാം. അതായത് മോണോഗാമി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട് ശാസ്ത്രത്തിൽ. ആ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു ഇണയെ മാത്രം തേടിപ്പോകുന്ന അല്ലെങ്കിൽ ഒരു ഇണയെ മാത്രം കൂട്ടിന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം മാത്രം ചിലവഴിക്കുന്ന ജീവിവർഗത്തിൻ്റെ പേരാണ് മോണോഗാമി എന്ന് പറയുന്നത്. ഈ പോളിഗാമി എന്ന് പറയുന്ന ഒരു വേറൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ഇണകളെ പാർട്ട്നേഴ്സിനെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം ചിലവഴിക്കുന്ന ഒരു ജീവിവർഗത്തിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ പോളിഗാമി എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ശാസ്ത്രം മനുഷ്യനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? പോളിഗാമിയിലാണ്. അതായത് ഒരു മനുഷ്യന് അവൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അവൻ്റെ വൈകാരിക തലം, അവൻ്റെ ഹോർമോണൽ ബാലൻസുകൾ, അവൻ്റെ സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പ്, സ്നേഹം, ശാരീരികമായ അവസ്ഥ എല്ലാം പരിഗണിച്ചുകൊണ്ട് ശാസ്ത്രം വെച്ചിരിക്കുന്നത് പോളിഗാമിയാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഇണകളെ തേടി പോകുന്ന ആൾ എന്നുള്ള രീതിയിലാണ് മനുഷ്യനെ ശാസ്ത്രം പോലും നിർവചിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ മാത്രം ഞങ്ങൾ ശാസ്ത്രത്തെ അംഗീകരിക്കില്ല. ബാക്കി ചിലർക്ക് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കാം. ഒരാൾക്ക് ഒരു ഇണ മാത്രം അല്ലെങ്കിൽ അതിൽ മാത്രം വിശ്വസിക്കുന്ന
നീ അങ്ങനെ പിന്തുടർന്ന് പോകുന്ന ആൾക്കാർ നിലവിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരിലേക്ക് മറ്റൊരു പാർട്ണർ, തന്റെ പാർട്ണർ തന്നെ അങ്ങനെയല്ല കാണുന്നത്, അല്ലെങ്കിൽ തന്നിൽ സംതൃപ്തി അല്ലാത്തത് കൊണ്ട് മറ്റൊരു ആളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? കളയാം, അല്ലെങ്കിൽ അവരിനി ജീവിക്കണ്ട, അവരിനി ആ ഒരു ബന്ധത്തിൽ സൗകര്യമായി അല്ലെങ്കിൽ സുഖമായി ജീവിക്കണ്ട എന്നൊരു നിലപാടെടുക്കുക. അല്ല, ഞാനതാ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇത്തരം ഒരു പോളിഗാമി ഇതിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും ഒരാളോട് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് ഒരു കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ എൻ്റെ കൂടെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും നമുക്കത് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അയാളെ ഇല്ലാതാക്കി കളയുക എന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക്. ആസിഡ് ഒഴിക്കുക, ഞാൻ നമ്മൾ തന്നെ സംസാരിച്ചു, ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ ആ മനുഷ്യനെ ഇപ്പം ഗ്രീഷ്മയൊക്കെ ചെയ്തതുപോലെ എന്താണ് വിഷം ഇഞ്ചിഞ്ചായി ഒരു പുരുഷനെ കൊന്നുകളയുന്ന ഏറ്റവും ക്രൂരത അനുഭവിച്ച് മരിച്ച ഒരാളാണ് ഈ പറയുന്ന എന്താണ് ഷാരോൺ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെയും ക്രൂരതയുടെ പര്യായമാണ് ഇവിടെ കണ്ടത്. ഇപ്പം ഞാൻ പറയാം, ഒരു എക്സ് അവരുടെ മുൻ കാമുകിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഫോണിൽ കണ്ടു, ചാറ്റ് കണ്ടു എന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത് ഒരു മറുഭാഗമാണ്. ഏതെങ്കിലും ഒരാളോടൊപ്പം നമ്മളൊരു ഫോട്ടോ എടുത്താലോ, അല്ലെങ്കിൽ അവരോടൊപ്പം ചിരിക്കുന്ന ഫോട്ടോ എടുത്താലോ, അവരോടൊപ്പം പോയി സംസാരിച്ചാലോ ഒക്കെ തന്നെ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു ആണ് എന്ന് വരുത്തിയിരിക്കുന്ന ഒരു സമൂഹം നമുക്കിപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ അത്ര ഒരു ചിന്താഗതി നമുക്കുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, അത്തരത്തിലൊരു എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഇയാൾക്കുണ്ട് എന്ന് തന്നെ വെച്ചോ. അത്തരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ അത് അയാളോട് സംസാരിച്ചിട്ട് അയാൾക്കത് പറ്റില്ല എങ്കിൽ അയാൾക്ക് ശരി, എനിക്ക് റിലേഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഓക്കെ, അങ്ങനെയാണ്. ഇനി എൻ്റെ ഈ റിലേഷൻ വെച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു ശരി ഞാൻ ഇനിയൊന്നും പോവില്ല എന്ന് പറഞ്ഞ് വീണ്ടും അയാൾ ചതുക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ നിയമപ്രകാരം, അതായത് എനിക്ക് തോന്നുന്നു ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട് ഭാര്യയ്ക്ക്, പുരുഷനും അവകാശമുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഒരു പുരുഷൻ്റെയോ ഒരു സ്ത്രീയുടെയോ ശാരീരികമായി ആക്രമണം ഏൽപ്പിക്കാൻ എന്ത് റൈറ്റാണ് ഇവിടെ ഉള്ളത്? ഇതാണ് ചോദ്യം. അയാളുടെ മർമ്മപ്രധാനമായ സ്ഥലത്തേക്ക് തിളച്ച എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ മാത്രം ക്രൂരത എന്താണ്? ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്നത് പോലെ എന്താണ് തിളച്ച വെള്ളവും കൂടി എൻ്റെ കൂടെ ഒഴിക്കുന്നു. അതാ എത്രമാത്രം ക്രൂരമാണ് അവരുടെ മൈൻഡ്. അവർ എത്രമാത്രം മെന്റലി ഒരു സ്റ്റേബിൾഡ് അല്ല. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ പാർട്ണർ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവരെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറിപ്പോകുക എന്നുള്ളതല്ലേ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം, നിയമത്തിന്റെ വഴിക്ക് പോകാം, ചീറ്റിങ്ങിന് കൊടുക്കാം, പരാതി കൊടുക്കാം. ഇതാണല്ലോ നമ്മുടെ കാര്യം. പക്ഷെ അതിന്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നത് ഇത് വളരെ വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നല്ലൊരു കാര്യം, ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യൂ എന്നുള്ള ഒരു പ്രോത്സാഹനങ്ങൾ, കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ എന്നാണ് ആ ഒരു കമന്റ് സെക്ഷൻസ് ഒക്കെ നിറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സാധനത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇനിയും ഇനിയും ചെയ്യാം. തൻ്റെ പാർട്ണർ ചതിക്കുകയാണെങ്കിൽ ഓക്കെ, അവരെ ഇല്ലാതാക്കാം. ഈ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള മിക്ക ആൾക്കാരും മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാർട്ണർ നമ്മളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ താല്പര്യക്കുറവുണ്ട്, മറ്റൊരു ബന്ധത്തിലോട് പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ അവരെ ആ ഒരു വഴിക്ക് വിട്ടേക്കുക. നമ്മൾ ആരെയും നിർബന്ധിച്ച് നമ്മുടെ ലൈഫിൽ പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നിർബന്ധിച്ച് ആരെങ്കിലും ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളിൽ മാത്രം നിൽക്കണമെന്ന് ഒരാളെ നിർബന്ധിച്ച് നമുക്ക് എങ്ങനെ നിർത്താൻ പറ്റില്ല. സ്വയമേ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള വഴി എന്ന് പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതൊക്കെ എന്താണ് മാക്സിമം കത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയും ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഒരു കാര്യമുണ്ട്, കൺട്രോൾ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഇടുകയും നേരെ തിരിച്ച് മറ്റു പ്രവർത്തനങ്ങൾക്ക് പോവുകയും ചെയ്യുന്ന മഹാന്മാരാണ് ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ഇടുന്നത് എന്നും കൂടെയാണ് നമ്മൾ കാണേണ്ടത്. യഥാർത്ഥത്തിൽ കമന്റോളികളെ കണ്ടുകൊല്ലല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണേണ്ടത്. കാരണം ഇനി ആ സ്ത്രീയുടെ ജീവിതം മുഴുവൻ ജയിലിലായിരിക്കും അയാൾ പരാതി പിൻവലിച്ചിട്ടില്ല എങ്കിൽ. പരാതി പിൻവലിക്കുമെന്ന് എനിക്കോട് തോന്നുന്നില്ല, കാരണം ഇത്രയും ഒരു രീതിയിലേക്ക് പോയ സ്ഥിതിക്ക്. അപ്പോൾ ഇനി ആ സ്ത്രീ എന്ത് ചെയ്യണം? കാലങ്ങളോളം ജയിലിൽ കഴിയണം. കാലങ്ങളോളം ജയിലിൽ കഴിയുമ്പോൾ ഇവരുടെ ജീവിതം തന്നെ തൊലാസിലാകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഇപ്പം ഇത്തരത്തിലുള്ള കാര്യത്തിലേക്കല്ല പോവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പല ആളുകളുടെയും പല ജീവിതങ്ങളിൽ നിന്നും പഠിക്കുന്നത്. അതിന് ഉദാഹരണമായി നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം സ്ത്രീ ഒരാളെയും ആശ്രയിച്ച് കഴിയേണ്ട, പുരുഷനും ആരെയും ആശ്രയിച്ച് കഴിയേണ്ട, ആശ്രയത്തിനപ്പുറത്തേക്ക് സ്വന്തം കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.